അങ്ങനെ നമ്മുടെ മുട്ട റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടല ചമ്മന്തി, മുട്ടയൊഴിച്ച് നല്ല ചൂട് റാഗി ദോശ, നല്ല ചൂട് കട്ടൻ കാപ്പി കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ മുട്ട റാഗി ദോശയും കറിയും പെട്ടെന്നുണ്ടാക്കാം. സിമ്പിളാണ്. കഴിച്ച പെട്ടെന്ന് വിശക്കുകയില്ല, അറിയാമല്ലോ, റാഗിയല്ലേ. അപ്പോൾ കമൻറ്റ് പറയാൻ നല്ലൊരു വിഷയം തരട്ടെ. കേരളം ഒരുപാട് കടബാധ്യതയിലല്ലോ. കേരളത്തിലെ ജനങ്ങളും ഒക്കെ ഒന്ന് മാറാൻ എൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു ഐഡിയ പറയട്ടെ. നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ നയം ഒന്ന് മാറിയാൽ എങ്ങനെയിരിക്കും? 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാ തൊഴിൽ മേഖലയിൽ നിന്നും ഓരോ അധ്യാപകർ സ്കൂളിലേക്ക് ജോലിക്ക്. അപ്പോൾ എത്ര അധ്യാപകർ ജോലിക്കായി, എത്ര ആൾക്ക് ജോലിയായി ചിന്തിച്ച് നോക്കി. അവരുടെ ജോലി തയ്യൽ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, മെഡിസിന്, നേഴ്സിങ്, ഡോക്ടർ, തയ്യൽ, എൻജിനീയറിങ്, ഡ്രൈവർ മേഖല എന്ന് വേണ്ട എല്ലാ മേഖലയിൽ നിന്നും ഇഷ്ടമുള്ളതൊരു വിദ്യാർത്ഥിക്ക് പഠിക്കാം. ഇഷ്ടമുള്ളൊരു തൊഴിൽ, കാശ് മുടക്കണ്ട. +2 കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു തൊഴിലിൽ നൈപുണ്യം നേടിയിരിക്കും. അപ്പോൾ പാവങ്ങളും ഇല്ല, പണക്കാരും ഇല്ല, കറുമ്പനും ഇല്ല, വെളുമ്പനും ഇല്ല. എല്ലാ മക്കളും ജോലിയിൽ, ദാരിദ്ര്യവും ഇല്ല. ഇതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ആ രേണുവിൻ്റെയൊക്കെ പുറകെ പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പറ. കാരണം എന്താണെന്ന് വെച്ചാൽ, രേണുവിനോട് പറയുവാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ, അവരുടെ മൊബൈൽ അവർ കാശ് മുടക്കണു. അവർ കാശ് മുടക്കി ആ ഓരോ വീഡിയോ കാണുന്നു. നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ രേണുവിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അറിയുമോ? അവരുടെ കാശിലിടുന്ന വീഡിയോകൾ അവരുടെ നമ്മൾ കാശ് മുടക്കിയിട്ടൊന്നും അല്ലല്ലോ ആരും മൊബൈൽ വീഡിയോസ് ഒന്നും കാണുന്നേ. അപ്പോൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് നമ്മൾ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനോട് അവരെ ചീത്ത വിളിച്ചിട്ടോ നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അവരവരുടെ ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നല്ല വഴിക്ക് പോവുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.